എല്ലാവർക്കും നമസ്കാരം. നമ്പ്യാട്ടുമന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോകൾ തത്സമയം ലഭിക്കുന്നില്ല എന്ന് ആളുകൾ ധാരാളം പറയുന്നുണ്ട് ഈയിടെയായിട്ട്. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനോട് ചേർത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഇതിൻ്റെ ഇത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജീവിതകാലം മുഴുവൻ ഏതൊരു വ്യക്തിയും ജാതിമത ഭേദമന്യേ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതും പ്രവൃത്തിയിൽ, അതായത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് തെല്ലും സംശയമില്ല. ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് മഹാഭാരതത്തിലെ അധികം ആരും കേട്ടിട്ടില്ലാത്തതും ഒരു പ്രാവശ്യം കേട്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചെറിയ ഗുണപാഠ കഥയാണ്. മഹാഭാരതത്തിൻ്റെ രചയിതാവ് വേദവ്യാസനാണെന്ന് അവർക്കും അറിവുള്ള കാര്യമാണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് എത്ര വലുതാണെന്ന് വർണ്ണിക്കാൻ നിഘണ്ടുവിലെ വാക്കുകൾ കൊണ്ടൊന്നും ആവില്ല. ഇവിടെ യുധിഷ്ഠിരൻ എന്ന കഥാപാത്രത്തെ കൊണ്ടിങ്ങനെ പറയാൻ കാരണം, ഇത് കേൾക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കാൻ പാടില്ല. മാത്രമല്ല, മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് യുധിഷ്ഠിരൻ്റേത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ ഒരിക്കലും ഇതൊരു കഥയായല്ല ഉൾക്കൊള്ളേണ്ടത്, മറിച്ച് നമ്മൾ ആഭാലവൃദ്ധം ജനങ്ങളും അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധിയായിട്ട് വേണം കാണാൻ. അതുപോലെ തന്നെ ഇന്ന് ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുക്കാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. അത് പറയാതെ വിഷയത്തിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻ്റാണ്, ഇത് നോക്കൂ, ഞാൻ വായിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇതുവരെ ഈശ്വരനെ വെച്ച് പൂജിച്ച് എനിക്ക് കിട്ടിയത് ദാരിദ്ര്യം മാത്രമാണ്, കുറേ കടബാധ്യതകളും. ഇപ്പോൾ ഞാൻ എല്ലാം മടുത്തു വരുന്നു. ചിലപ്പോൾ ഈ ആഴ്ച തന്നെ ഞാൻ എല്ലാം ഉപേക്ഷിക്കും, എങ്കിലും ഞാൻ ഈശ്വരനെ ഇപ്പോഴും വെച്ച് പൂജിക്കുന്നു. ഇങ്ങനെയാണ് കമൻറ്റ്. ഈ ഒരു കമൻ്റാണ് എന്നെ ഇങ്ങനൊരു വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നത്, വളരെയധികം ആളുകൾ ഈ ഒരു ചിന്താഗതിയുമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കമൻറ്റിനുള്ള മറുപടി ഏറ്റവും അവസാനം പറയാം. അതിനു മുൻപ് നമുക്ക് മഹാഭാരതത്തിലെ അതുല്യമായ അല്ലെങ്കിൽ താരതമ്യത്തിന് അതീതമായിട്ടുള്ള കഥയിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ ആർക്കും ഉണ്ടാകും. വിലപ്പെട്ടതാണെന്ന് നമ്മൾ കരുതുന്നത് പലതും നമുക്ക് ഈ അവസ്ഥയിൽ നഷ്ടപ്പെട്ടെന്ന് വരാം. എന്നാൽ എല്ലാം നഷ്ടമായാലും നമ്മൾ കൈവടിയാൻ പാടില്ലാത്ത ചില ഗുണങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മവിശ്വാസം. ഏത് പ്രതിസന്ധിയിലും മനസാന്നിധ്യവും വിവേകവും നഷ്ടമാക്കാതിരിക്കുക, നിരാശയ്ക്ക് കീഴടങ്ങാതിരിക്കുക, പരിശ്രമം ഉപേക്ഷിക്കാതിരിക്കുക, ഇവയെല്ലാം ആത്മവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ പറഞ്ഞവയ്ക്ക് ആധാരം എന്താണെന്ന് ചോദിച്ചാൽ, ഉന്നതമായ മൂല്യബോധവും ആദർശവും അതിനോടൊപ്പം അടിയുറച്ച ഈശ്വരവിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസം നഷ്ടമാകാതിരിക്കാൻ അത് സഹായിക്കും. യുധിഷ്ഠിരൻ്റെ ചരിതം ഇതാണ് തെളിയിക്കുന്നത്. യുധിഷ്ഠിരന് അനേകം ഉത്തമ ഗുണങ്ങളുണ്ടായിരുന്നു, എന്നാൽ ഒരു ദൗർബല്യവും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. എന്താ അത്? ചൂതുകളിയിൽ കമ്പം കൂടുതലാണ്. ഒരിക്കൽ ദുര്യോധനൻ യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വിളിച്ചു. യുധിഷ്ഠിരൻ ക്ഷണം സ്വീകരിച്ചു. ആദ്യ കളിയിൽ യുധിഷ്ഠിരൻ തോറ്റു. രണ്ടാമതും മൂന്നാമതും കളിച്ചു, അതിലും തോറ്റു. ഇങ്ങനെ വീണ്ടും വീണ്ടും കളിക്കാൻ തയ്യാറായപ്പോൾ യുധിഷ്ഠിരൻ്റെ ദേഹത്തു നിന്ന് ഒരു തേജോ രൂപം പുറത്തു വന്നു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ആ രൂപം പറഞ്ഞു, ഞാൻ വിവേകശക്തിയാണ്. നീ എന്നെ ഉപേക്ഷിച്ചത് കാരണം ഞാൻ പോകുകയാണ്. ആ രൂപം പോയ ഉടനെ തന്നെ മറ്റൊരു രൂപം യുധിഷ്ഠിരൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ആ രൂപം പറഞ്ഞു, ഞാൻ ധർമ്മനിഷ്ഠയാണ്. വിവേകമില്ലാത്തിടത്ത് എനിക്ക് വാഴാനാവില്ല, ഞാൻ പോകുകയാണ്. ആ രൂപം പോയ ഉടനെ മറ്റൊരു തേജോ രൂപം പുറത്തേക്ക് വന്നു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങാരാണ്? അപ്പോൾ ആ രൂപം പറഞ്ഞു, ഞാൻ ഐശ്വര്യമാണ്. ധർമ്മമില്ലാത്തിടത്ത് എനിക്ക് നിൽക്കാനാവില്ല, ഞാൻ പോകുകയാണ്. അടുത്തതായിട്ട് മറ്റൊരു തേജോ രൂപം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. യുധിഷ്ഠിരൻ ചോദിച്ചു, അങ്ങാരാണ്? ഞാൻ നിൻ്റെ കീർത്തിയാണ്. ഐശ്വര്യമില്ലാത്തിടത്ത് എനിക്ക് വാഴാനാവില്ല, ഞാനും നിന്നെ വിട്ടു പോകുകയാണ്. അങ്ങനെ ആ രൂപവും അപ്രത്യക്ഷമായി. തുടർന്നുള്ള ചൂതുകളിയിൽ യുധിഷ്ഠിരന് രാജ്യവും ധനവും കീർത്തിയും എല്ലാം നഷ്ടപ്പെട്ടു. സർവ്വതും നഷ്ടപ്പെട്ട യുധിഷ്ഠിരൻ കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു. ദുഃഖിതനും നിരാശനുമായിട്ട് അലയുമ്പോൾ ഒരു തേജോ രൂപം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ആ രൂപം പറഞ്ഞു, ഞാൻ ആത്മവിശ്വാസമാണ്. തൽക്ഷണം യുധിഷ്ഠിരൻ പറഞ്ഞു, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയാലും ശരി, നിന്നെ ഞാൻ വിടില്ല. എന്നെ വിട്ടു പോകരുത്, ഇതെൻ്റെ അപേക്ഷയാണ്. അപ്പോൾ ആ രൂപം പറഞ്ഞു, അങ്ങ് എന്നെ പരിപാലിക്കുമെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാം. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഞാൻ നിന്നെ ഏത് രീതിയിൽ പരിപാലിക്കണമെന്ന് പറഞ്ഞാലും? അപ്പോൾ ആ രൂപം യുധിഷ്ഠിരന് മറുപടി കൊടുത്തത് ഇപ്രകാരമാണ്, അണുവേക്കാൾ അണുവും ചിന്തിക്കാനരുതാത്ത സ്വരൂപത്തോടു കൂടിയവനും സർവ്വചരാചരങ്ങളിലും അന്തര്യാമി രൂപേണ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിക്കുക. ആ ഭഗവത് തൃപ്പാദത്തിലാണ് ആത്മവിശ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ വസിക്കുന്നത്. അവിടുത്തെ കാരുണ്യമുണ്ടായാൽ ഈ ഭൂമിയിൽ നിനക്ക് അസാധ്യമായത് ഒന്നും തന്നെ ഉണ്ടാകില്ല. നിന്റെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ നിർത്തുക.
അങ്ങനെയായാൽ ആത്മവിശ്വാസം എന്ന ഞാൻ നീ അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രതിസന്ധികളെയും ഭസ്മമാക്കിക്കൊണ്ട് നിന്റെ ഉള്ളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്നതാണ്. ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു, അവിടുത്തെ ആജ്ഞ പോലെ ഞാനിതാ തപസ് ആരംഭിക്കുന്നു. ക്ഷണമാത്രയിൽ ആ രൂപം യുധിഷ്ഠിരനുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ മറ്റൊരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. നീ ആരാണ്? യുധിഷ്ഠിരൻ ചോദിച്ചു. ഞാൻ വിവേകശക്തിയാണ്. ആത്മവിശ്വാസമുള്ളിടത്ത് ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞ ആ രൂപം യുധിഷ്ഠിരനുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ധർമ്മനിഷ്ഠ എന്ന തേജോരൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടു. വിവേകമുള്ളിടത്ത് ഞാനും ഉണ്ടാകും എന്ന് പറഞ്ഞ് അത് യുധിഷ്ഠിരനുള്ളിൽ പ്രവേശിച്ചു. വിവേകവും ധർമ്മനിഷ്ഠയും വീണ്ടു കിട്ടിയപ്പോൾ ഐശ്വര്യവും അതിന് പിറകെ കീർത്തിയും യുധിഷ്ഠിരന് വീണ്ടു കിട്ടി. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ ഗുണപാഠ കഥ മനുഷ്യനായി പിറന്ന ഏതൊരാളും ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഏതൊരു ആപത്ഘട്ടത്തിലും ആത്മവിശ്വാസം നഷ്ടമാകാതെ സൂക്ഷിക്കുകയാണ് നമ്മൾ ഒന്നാമതായി വേണ്ടത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കൈവിട്ടുപോയ സൗഭാഗ്യങ്ങളെ തിരിച്ചു പിടിക്കാനും അതിലുമധികം നേട്ടങ്ങൾ കൈവരിക്കാനും നമുക്ക് കഴിയും. ഇനി ഇവിടെ മുൻപ് പറഞ്ഞ കമൻറ്റിനുള്ള മറുപടി പറയാം. ആ കമൻറ്റ് ഇവിടെ ഞാൻ ഒന്നുകൂടി വായിക്കാം. നമസ്കാരം തിരുമേനി, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇതുവരെ ഈശ്വരനെ വെച്ച് പൂജിച്ചിട്ട് എനിക്ക് കിട്ടിയത് ദാരിദ്ര്യം മാത്രമാണ്. കുറേ കടബാധ്യതകളും. ഇപ്പോൾ ഞാൻ എല്ലാം മടുത്തു വരുന്നു. ചിലപ്പോൾ ഈ ആഴ്ച ഞാൻ എല്ലാം ഉപേക്ഷിക്കും. എങ്കിലും ഞാൻ ഇപ്പോഴും ഈശ്വരനെ വെച്ച് പൂജിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ ഒരുവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ വേണ്ടി മാത്രമുള്ള ഒരു ശക്തിയായി അല്ല കാണേണ്ടത്, മറിച്ച് ഈശ്വരാരാധന ഒരു ജീവിതചര്യയാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ നിങ്ങളൊന്നും ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അറിഞ്ഞ് ഭഗവാൻ അത് നടത്തിത്തരും. ഈ പറഞ്ഞതിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളാണ് സാക്ഷി. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം ഈശ്വര സമർപ്പിതമായ ഏകാഗ്രമായ മനസ്സിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജന്മം മുഴുവനും മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈശ്വരഭജനം ചെയ്തിട്ട് കാര്യമില്ല. അത് ചിട്ടയോടുകൂടി വിധിപ്രകാരം ചെയ്യണം. അതെങ്ങനെ ചെയ്യണം, എന്തെല്ലാം ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം മുൻകാലങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക, നമ്മുടെ ലൈഫിൻ്റെ 70% നമ്മുടെ നിയന്ത്രണത്തിലല്ല, അത് പ്രീ ഡിഫൈൻഡ് ആണ്. അതിൽ തിരുത്തലുകൾ വരുത്താനോ കൂട്ടിച്ചേർക്കാനോ നമുക്കാവില്ല. എന്നാൽ അടുത്ത 30% പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ആ 30% നിന്നുകൊണ്ടാണ് നാളത്തെ എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് ഒരു വ്യക്തി നിശ്ചയിക്കുന്നത്, അതായത് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ പ്രവൃത്തിയാണ് നാളത്തെ എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. അതായത് വിധി പോലെ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സാക്ഷാൽ ഈശ്വരൻ വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നാളത്തെ എൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. കാരണം ജീവിതമാകുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിലാണിരിക്കുന്നത്. ഈശ്വരൻ അവിടെ ഒരു സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ എൻ്റെ ജീവിതം തകർത്തത് ഈശ്വരനാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്ന് വെച്ചാൽ ഈശ്വരനെ കുറ്റപ്പെടുത്തേണ്ട എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 70% അത് പാരമ്പര്യമാണ്. അതിൽ തിരുത്തലുകൾ വരുത്താൻ നമുക്കാവില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സംസാരം എങ്ങനെയാകണം, തലമുടി എങ്ങനെയാകണം, നിറം എങ്ങനെയാകണം, പാരമ്പര്യ രോഗങ്ങൾ, അറിവ്, ബുദ്ധി ഇവയെല്ലാം അതിനോട് ബന്ധപ്പെട്ടതാണ്. നാടൻ ഭാഷയിൽ ആളുകൾ പറയാറില്ലേ 10 ഗുണം 10 ഗുണമെന്ന്? അത് തന്നെ ഓർക്കുക. ഇപ്പോഴും സമയം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ തന്നെ ആരംഭിക്കുക ചിട്ടയായ ജീവിതം. ഓർക്കുക, നമ്മൾ ഓരോരുത്തരും കരഞ്ഞ് കൈകാലിട്ടടിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അതായത് ഈശ്വരാനുഗ്രഹം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയേണ്ടത്. ഈ പറഞ്ഞത് നേടിയെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല ഭൗതിക വസ്തുക്കളും നിങ്ങളുടെ അടുത്തേക്ക് താനേ വന്നു ചേരും. ഓം നമോ നാരായണായ. അപ്പോൾ ശരി, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് താഴെ കമൻറ്റ് ബോക്സിൽ തരിക. ഞാൻ അതിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും വളരെയധികം ആളുകൾക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന ഗുരുദക്ഷിണ. അത് മാത്രം മതി. ഇതിങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതിസൂക്ഷ്മമായി പരിശോധിച്ച ശേഷം അതിനനുയോജ്യമായ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ പരമാവധി 40 ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ എഴുതിയെടുക്കാറുള്ളൂ. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും വീണ്ടും ഒരു പ്രാവശ്യം കൂടി അയയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.